GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. നവംബർ 29 നടന്ന വാച്ച്മാൻ, പിയൂൺ, കാവടി, കോൽക്കർ, ആയ തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള PSC എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ എ R.C. ദത്ത്, ബി ബാലഗംഗാധര തിലക്, സി ദാദാഭായ് നവറോജി, ഡി മദൻ മോഹൻ മാളവ്യ. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ആൻസർ വരുന്നത് ദാദാഭായ് നവറോജി. ഓപ്ഷൻ സി ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? എ സമത്വത്തിനുള്ള അവകാശം, ബി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഡി ചൂഷണത്തിനെതിരായ അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം. ഓപ്ഷൻ ബി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. 3. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാസഭ എന്ന സംഘടന സ്ഥാപിച്ചത്? എ അക്കമ്മ ചെറിയാൻ, ബി പണ്ഡിത രമാബായ്, സി സ്വാമി വിവേകാനന്ദൻ, ഡി ആനി ബസന്റ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാസഭ എന്ന സംഘടന. ഓപ്ഷൻ ബി പണ്ഡിത രമാബായ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. എ സമത്വത്തിനും സ്വത്തിനും ഉള്ള അവകാശം, ബി മതസ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും, സി സമത്വത്തിനും വിദ്യാഭ്യാസത്തിനും, ഡി വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങളാണ്. ഓപ്ഷൻ ഡി വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശമാണ് കൂട്ടിച്ചേർത്തതും ഒഴിവാക്കപ്പെട്ടതുമായ അവകാശം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? സൂചന 1, 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. 2, ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. 3, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക. 4, മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. ഇത്രയാണ് സൂചനകൾ. ഓപ്ഷൻസ്: എ ഹോം റൂൾ ലീഗ്, ബി ഇന്ത്യൻ അസോസിയേഷൻ, സി മദ്രാസ് മഹാജൻ സഭ, ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം നടന്നു. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുകയായിരുന്നു ലക്ഷ്യം. മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആൻസർ. 6, ഭരണഘടനാ ദിനം. ഓപ്ഷൻസ്: എ ഒക്ടോബർ 16, ബി നവംബർ 26, സി ജനുവരി 26, ഡി ഓഗസ്റ്റ് 15. ഭരണഘടനാ ദിനം നവംബർ 26. ഓപ്ഷൻ ബി. 7, ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? എ 41 ഭേദഗതി, ബി 86 ഭേദഗതി, സി 42 ഭേദഗതി, ഡി 44 ഭേദഗതി. ചെറു ഭരണഘടന എന്ന് വിളിക്കുന്ന ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ സി 42 ഭേദഗതി. 8, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? എ രാജാറാം മോഹൻ റോയ്, ബി ജ്യോതിറാവു ഫൂലെ, സി മഹാദേവ ഗോവിന്ദ റാനഡെ, ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. 9, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം? എ ബംഗാൾ വിഭജനം, ബി ചൗരിചൗര സംഭവം, സി റൗലത്ത് ആക്ട്, ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം? ഓപ്ഷൻ ബി ചൗരിചൗര സംഭവം. 10, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? എ രാഷ്ട്രപതി, ബി പ്രധാനമന്ത്രി, സി പാർലമെന്റ്, ഡി സുപ്രീം കോടതി. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം? ഓപ്ഷൻ സി പാർലമെന്റിനാണ്. 11, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? എ 1925, ബി 1930, സി 1932, ഡി 1936. ഓപ്ഷൻസ് കൊടുത്തത് 1925, 1930, 1932, 1936 ആണ്. യഥാർത്ഥത്തിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924, അവസാനിച്ചത് 1925 അത് പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ആൻസറായി കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? എ പാലിയം സത്യാഗ്രഹം, ബി മേൽമുണ്ട് സമരം, സി ഗുരുവായൂർ സത്യാഗ്രഹം, ഡി ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. 13, തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ, ബി വാഗ്ഭടാനന്ദൻ, സി അയ്യങ്കാളി, ഡി പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യങ്കാളിയാണ്. 14, വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ? എ കെ പി കേശവ മേനോൻ, ബി സി ശങ്കരൻ, സി മന്നത്ത് പത്മനാഭൻ, ഡി ശ്രീനാരായണ ഗുരു. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭനാണ്. 15, വരിക സഹചരെ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? എ ഗുരുവായൂർ സത്യാഗ്രഹം, ബി പാലിയം സത്യാഗ്രഹം, സി ഉപ്പു സത്യാഗ്രഹം, ഡി പുന്നപ്ര വയലാർ സമരം. വരിക സഹചരെ എന്ന സമരഗാനം? ഓപ്ഷൻ സി ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 16, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തെരഞ്ഞെടുത്തത്? ഓപ്ഷൻ എ ആടുജീവിതം, ബി കാതൽ ദിക്കോർ, സി ചാവേർ, ഡി ഉള്ളൊഴുക്ക്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തെരഞ്ഞെടുത്തത്? ഓപ്ഷൻ ഡി ഉള്ളൊഴുക്കാണ്. 17, 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്? എ കൊനേരു ഹംപി, ബി ഹരിക ദ്രോണാവാലി, സി ദിവ്യ ദേശ്മുഖ്, ഡി വൈശാലി രമേശ് ബാബു. 2025 ഫിഡ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്? ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ് ആണ്. 18, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിരേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? എ ഹെൻറി മക്മോഹൻ, ബി ഹെൻറി ഡ്യൂറന്റ്, സി സർദാർ വല്ലഭായ് പട്ടേൽ, ഡി സർ സിറിൽ റാഡ്ക്ലിഫ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിരേഖ നിർണയിച്ച കമ്മീഷൻ തലവൻ? ഓപ്ഷൻ ഡി സർ സിറിൽ റാഡ്ക്ലിഫ് ആണ്.
19 ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? എ ഗാന്ധിജി, ബി സർദാർ വല്ലഭായ് പട്ടേൽ, സി ജവഹർലാൽ നെഹ്റു, ഡി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യസമര സേനാനി ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേലാണ്. 20 പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്? എ ഓപ്പറേഷൻ ചെങ്കിസ്ഥാൻ, ബി ഓപ്പറേഷൻ വിജയ്, സി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഡി ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടി ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. 21 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം? എ ഇന്ത്യ, ബി പാകിസ്ഥാൻ, സി ശ്രീലങ്ക, ഡി ബംഗ്ലാദേശ്. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായത് ഓപ്ഷൻ എ ഇന്ത്യയാണ്. 22 ബിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം? എ അമേരിക്ക, ബി ജർമ്മനി, സി സോവിയറ്റ് യൂണിയൻ, ഡി ബ്രിട്ടൻ. ബിലായ് ഉരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം സി സോവിയറ്റ് യൂണിയനാണ്. 23 സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ബി രാജേന്ദ്ര പ്രസാദ്, സി എസ് രാധാകൃഷ്ണൻ, ഡി വി ഗിരി. സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 24 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? എ ഡോക്ടർ ബി ആർ അംബേദ്കർ, ബി ജവഹർലാൽ നെഹ്റു, സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി? ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ. 25 ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? എ ഡക്കാൻ പീഠഭൂമി, ബി ഉത്തരപർവ്വത മേഖല, സി ഉത്തര മഹാസമതലം, ഡി തീരസമതലങ്ങൾ. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. 26 തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? എ തെക്ക് കിഴക്കൻ മൺസൂൺ, ബി വടക്ക് കിഴക്കൻ മൺസൂൺ, സി വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഡി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നാണ്. 27 ഇന്ത്യയുടെ മാനക രേഖാംശം? ഓപ്ഷൻ എ 82 ഡിഗ്രി 0 മിനിറ്റ്, ഓപ്ഷൻ ബി 82.5 ഡിഗ്രി 30 മിനിറ്റ്, ഓപ്ഷൻ സി 86 ഡിഗ്രി 0 മിനിറ്റ്, ഓപ്ഷൻ ഡി 86 ഡിഗ്രി 30 മിനിറ്റ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഓപ്ഷൻ ഡി 86 ഡിഗ്രി 30 മിനിറ്റ്. 28 ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ഹൈദരാബാദ്, ബി വാരണാസി, സി ജോധ്പൂർ, ഡി മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം? ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദ് ആണ്. 29 പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? ഓപ്ഷൻസ് എ ആനമലൈ കുന്നുകൾ, ബി പളനി കുന്നുകൾ, സി കാർഡമം കുന്നുകൾ, ഡി നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകളാണ്. 30 യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏതു സംസ്ഥാനത്തിൽ നിന്നാണ്? ഓപ്ഷൻസ് എ തമിഴ്നാട്, ബി ഒഡീഷ, സി ഗുജറാത്ത്, ഡി മധ്യപ്രദേശ്. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നോമിനേറ്റ് ചെയ്ത ഗർഭ എന്ന നൃത്തരൂപം ഓപ്ഷൻ സി ഗുജറാത്തിൻ്റെതാണ്. 31 ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ എ നെടുങ്കണ്ടം, ബി വിഴിഞ്ഞം, സി മണിക്കരൻ, ഡി മുംബൈ ഹൈ. ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവേർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് ഓപ്ഷൻ എ നെടുങ്കണ്ടത്താണ്. 32 കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം? എ പൂക്കോട് തടാകം, ബി മാനാഞ്ചിറ തടാകം, സി മൂര്യാട് തടാകം, ഡി വാരാപ്പുഴ. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം. 33 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? ഓപ്ഷൻ എ വടക്കു കിഴക്കൻ മൺസൂൺ, ബി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സി വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഡി തെക്ക് കിഴക്കൻ മൺസൂൺ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? ഓപ്ഷൻ എ വടക്കു കിഴക്കൻ മൺസൂൺ. 34 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? ഓപ്ഷൻ എ NH7, ബി NH44, സി NH744, ഡി NH544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഓപ്ഷൻ ഡി NH544. 35 കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? എ കോഴിക്കോട്, ബി പാലക്കാട്, സി വയനാട്, ഡി കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഓപ്ഷൻ സി വയനാട്. 36 തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക? എ കബനി, ബി ഭവാനി, സി പാമ്പാർ, ഡി പെരിയാർ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഓപ്ഷൻ ഡി പെരിയാർ. 37 ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല? എ കോഴിക്കോട്, ബി മലപ്പുറം, സി കോട്ടയം, ഡി ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ല ഓപ്ഷൻ ബി മലപ്പുറം. 38 കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാര്? എ PJ തോമസ്, ബി PJ ജോസഫ്, സി ജോൺ ജോസഫ് മർഫി, ഡി ജേക്കബ് ജോസഫ് മർഫി. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി. 39 കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം? എ ചിന്നാർ, ബി തട്ടേക്കാട്, സി മംഗളവനം, ഡി കുമരകം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം. 40 ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല? ഓപ്ഷൻസ് എ വയനാട്, ബി എറണാകുളം, സി കോട്ടയം, ഡി ഇടുക്കി. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഓപ്ഷൻ ഡി ഇടുക്കിയാണ്. 41 കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത്? എ ചോലവനം, ബി ഉഷ്ണമേഖല നിത്യഹരിത വനം, സി ഉഷ്ണമേഖല മഴക്കാട്, ഡി കണ്ടൽ വനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വനം ഓപ്ഷൻ ബി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. 42 തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല? ഓപ്ഷൻ എ കണ്ണൂർ, ബി തിരുവനന്തപുരം, സി പത്തനംതിട്ട, ഡി തൃശൂർ. തീരദേശം കൂടുതലുള്ള കേരളത്തിലെ ജില്ല തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ എ കണ്ണൂരാണ്. 43 കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ഇടുക്കി, ബി തിരുവനന്തപുരം, സി കണ്ണൂർ, ഡി എറണാകുളം. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഓപ്ഷൻ ഡി എറണാകുളമാണ്. 44 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേര്?
ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് എ ചന്ദ്രയാൻ 3, ബി ഗഗൻയാൻ, സി മംഗൾയാൻ, ഡി ആദിത്യ L1. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് ഓപ്ഷൻ ബി ഗഗൻയാൻ. 45. ഏത് മഹാരാജാവിന്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഓപ്ഷൻ എ സ്വാതി തിരുനാൾ മഹാരാജാവ്, ബി ഉത്രം തിരുനാൾ, സി ശ്രീചിത്തിര തിരുനാൾ, ഡി ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് ഓപ്ഷൻ എ സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ്. 46. സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. എ റൂർക്കേല, ബി ബില 1 റൂർക്കേല, 2 ബിലായ്, 3 ദുർഗാപൂർ, 4 ബൊക്കാറോ. ഓപ്ഷൻസ് പറയുന്നത് എ 1, 2 മാത്രം, അതായത് റൂർക്കേല ബിലായ് മാത്രം, ബി 3, 4 മാത്രം, ദുർഗാപൂർ ബൊക്കാറോ ആണെന്ന് പറയുന്നത്, സി 2, 4, അതായത് ബിലായ് ബൊക്കാറോ, ഡി 1, 3 റൂർക്കേല ദുർഗാപൂർ. സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ചോദിച്ചത്. ഓപ്ഷൻ സി 2, 4, അതായത് ബിലായും ബൊക്കാറോയും ആണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്താൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. 47. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? എ ഫസൽ അലി, സർദാർ കെ എം പണിക്കർ, പട്ടാഭി സീതാരാമയ്യ, ബി HN കുൻസ്രു, ഫസൽ അലി, സർദാർ വല്ലഭായ് പട്ടേൽ, സി സർദാർ കെ എം പണിക്കർ, പട്ടാഭി സീതാരാമയ്യ, സർദാർ വല്ലഭായ് പട്ടേൽ, ഡി ഫസൽ അലി, സർദാർ കെ എം പണിക്കർ, HN കുൻസ്രു. 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഓപ്ഷൻ ഡി ഫസൽ അലി, സർദാർ കെ എം പണിക്കർ, HN കുൻസ്രു ആണ്. 48. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ ഫുട്ബോൾ, ബി ക്രിക്കറ്റ്, സി വോളിബോൾ, ഡി കബഡി. ഓപ്ഷൻ എ ഫുട്ബോൾ ആണ് ആൻസർ. 49. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? എ ഡൊണാൾഡ് ട്രംപ്, ബി വ്ളാഡിമിർ സെലൻസ്കി, സി ആന്റോണിയോ ഗുട്ടറസ്, ഡി മറിയ കൊറീന. ഓപ്ഷൻ 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി മറിയ കൊറീനയ്ക്കാണ്. 50. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി എ ജഗദീപ് ധൻകർ, ബി വെങ്കയ്യ നായിഡു, സി പി രാധാകൃഷ്ണൻ, ഡി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഓപ്ഷൻ സി പി രാധാകൃഷ്ണൻ. 51. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ. എ മോഹൻലാൽ ആൻഡ് ടി ചന്ദ്രൻ, ബി മോഹൻലാൽ ആൻഡ് ഷാജി എൻ കരുൺ, സി മോഹൻലാൽ ആൻഡ് MT വാസുദേവൻ നായർ, ഡി മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ഓപ്ഷൻ ഡി മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. 52. 2028 ഒളിമ്പിക്സ് വേദി. എ ലോസ് ആഞ്ചലസ്, ബി ന്യൂഡൽഹി, സി ലണ്ടൻ, ഡി ടോക്കിയോ. 2025 ഒളിമ്പിക്സ് വേദി ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ് ആണ്. 53. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏത്? എ ഹീലിയം, ബി മീഥൈൻ, സി നൈട്രജൻ, ഡി നിയോൺ. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഓപ്ഷൻ ബി മീഥൈൻ ആണ്. 54. ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിന്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? എ പാലും പാലുൽപ്പന്നങ്ങളും, ബി അയഡിൻ അടങ്ങിയ ഉപ്പ്, സി ഇരുമ്പടങ്ങിയ ഇലക്കറികൾ, ഡി ഓറഞ്ച് ജ്യൂസ്. ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായിട്ടാണ് കാണപ്പെട്ടത്. അതുകൊണ്ട് രാജുവിന് അനുയോജ്യമായ ഭക്ഷണക്രമം എന്ന് പറയുന്നത് ഇരുമ്പടങ്ങിയ ഇലക്കറികളാണ്. ഇരുമ്പടങ്ങിയ ഇലക്കറികൾ ഓപ്ഷൻ സി ആണ് ആൻസർ. പയർ. 55. പയറിന്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏത്? എ ജ്യോതിക ഭാഗ്യലക്ഷ്മി, ബി പവിത്ര സൽകീർത്തി, സി ഉജ്ജ്വല ചന്ദ്രശങ്കര, ഡി സൽകീർത്തി ജ്വാലാമുഖി. പയറിന്റെ സങ്കര ഇനങ്ങൾ ഓപ്ഷൻ എ ജ്യോതിക ഭാഗ്യലക്ഷ്മി. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോയിൽ സങ്കര ഇനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പയറും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 56ാമത്തെ ക്വസ്റ്റ്യൻ. പ്രസ്താവന. ഇടത് വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. അതിന്റെ കാരണം പറയുന്നത് ഇടത് വെൻട്രിക്കിൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. ഇടത് വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണെന്ന് പറയുന്നു. അതിന്റെ കാരണം പറയുന്നത് ഇടത് വെൻട്രിക്കിൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ പറയുന്നത് പ്രസ്താവനയും കാരണവും ശരിയാണ്, നൽകിയിരിക്കുന്ന കാരണം പ്രസ്താവനയെ സാധൂകരിക്കുന്നു. ബി പറയുന്നത് പ്രസ്താവന തെറ്റാണ്, എന്നാൽ കാരണം ശരിയാണ്. സി പറയുന്നത് പ്രസ്താവനയും കാരണവും ശരിയാണ്, എന്നാൽ കാരണം പ്രസ്താവനയെ സാധൂകരിക്കുന്നില്ല. ഡി പറയുന്നു പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. അതായത് ഇടത് വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. കാരണം പറയുന്നത് ഇടത് വെൻട്രിക്കിൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. കാരണം ഇടത് വെൻട്രിക്കിൾ അല്ല ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നത്, അത് വലത് ഏട്രിയമാണ്. ഇടത് വെൻട്രിക്കിൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തത്തെ പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരെ. 57. സാമൂഹ്യ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക. 2. സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക. 3. വനസംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. 4. വ്യാവസായിക ലോഗിംഗ് പ്രോത്സാഹിപ്പിക്കുക. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ പറയുന്നത് എ പ്രസ്താവന 3 മാത്രം ശരി. ബി പറയുന്നത് പ്രസ്താവന 2ഉം 3ഉം ശരി. സി പറയുന്നത് പ്രസ്താവന 4 മാത്രം ശരി. ഡി പറയുന്നത് പ്രസ്താവന 1ഉം 2ഉം ശരി. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ബി പ്രസ്താവന 2ഉം 3ഉം ശരി. അതായത് സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക, വനസംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. 58. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ഓപ്ഷൻ എ സതീഷ് ചന്ദ്ര ശർമ്മ, ബി സഞ്ജീവ് ഖന്ന, സി BR ഗവായ്, ഡി AR മസൂദി.
ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ സി BR ഗവായി ആണ്. 59 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത്? ഓപ്ഷൻസ് എ സ്വസ്ഥ കേരളം, ബി ആരോഗ്യം ആനന്ദം, സി നിരാമയ കേരളം, ഡി ജീവൻ രക്ഷ. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദമാണ്. 60 ശരിയായ പ്രസ്താവന ഇത്. എ കരക്കാറ്റ് കരയിലേക്ക് വീശുന്നു, ബി കടൽക്കാറ്റ് കരയിലേക്ക് വീശുന്നു, സി കടൽക്കാറ്റ് രാത്രി സമയത്ത് വീശുന്നു, ഡി കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു, അതാണ് ആൻസർ. 61 ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം. എ കാലിഡോസ്കോപ്പ്, ബി പെരിസ്കോപ്പ്, സി ഇവ രണ്ടും, ഡി ഇവയൊന്നുമല്ല. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഓപ്ഷൻ സി ആണ്, അതായത് കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും വരും. 62 കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ എ ഇരുമ്പ്, ബി സിങ്ക്, സി ലെഡ്, ഡി മെർക്കുറി. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി സിങ്ക് ആണ് ആൻസർ. കലാമിൻ സിങ്കിന്റെ അയിരാണ്. 63 ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. എ എക്കോസ്റ്റിക്സ്, ബി ഒപ്റ്റിക്സ്, സി തെർമോഡൈനാമിക്സ്, ഡി മെക്കാനിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഓപ്ഷൻ എ എക്കോസ്റ്റിക്സ് ആണ്. 64 ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. എ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത്, ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത്, സി ലവണം ഉൽപ്പാദിപ്പിക്കുന്നത്, ഡി ഇവയൊന്നുമല്ല. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ഓപ്ഷൻ ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. 7ാം ക്ലാസ്സിലെ സയൻസിലെ ആസിഡുകളും ബേസുകളും എന്ന പാഠഭാഗത്തിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ഓപ്ഷൻ ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. 65 ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ PFBR സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. എ കേരളം, ബി ഒറീസ, സി തമിഴ്നാട്, ഡി ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഓപ്ഷൻ സി തമിഴ്നാടാണ് ആൻസർ. 66 ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. എ കൊച്ചി, ബി വിഴിഞ്ഞം, സി ബേപ്പൂർ, ഡി നീണ്ടകര. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞമാണ്. ഓപ്ഷൻ ബി വിഴിഞ്ഞം. 67 ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഓപ്ഷൻ എ ഇ ഹെൽത്ത്, ബി ഇ സഞ്ജീവനി, സി മൈ കെയർ, ഡി ശൈലി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്പ് ഓപ്ഷൻ ഡി ശൈലിയാണ്. 68 താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1 ശരീരഭാരം പെട്ടെന്ന് കുറയുക, 2 ദുർബലമായ രോഗപ്രതിരോധം, സി ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, 4 വിട്ടുമാറാത്ത ക്ഷീണം. ഓപ്ഷൻസ് എ ക്ഷയം, ബി എയ്ഡ്സ്, സി ഡെങ്കിപ്പനി, ഡി മഞ്ഞപ്പിത്തം. ലക്ഷണങ്ങൾ ഒന്നുകൂടെ പറയാം. ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ആൻസർ വരും ഓപ്ഷൻ ബി എയ്ഡ്സ് ആണ്. ശരീരഭാരം പെട്ടെന്ന് കുറയുക എന്നുള്ള ലക്ഷണം മാത്രം നോക്കുകയാണെങ്കിൽ അത് ക്ഷയത്തിന്റെ വരും. പക്ഷേ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക എന്നുള്ളതാണ്. എയ്ഡ്സിന്റെ ലക്ഷണമാണ് ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക എന്നുള്ളത്. രോഗങ്ങൾ എന്ന് പറയുന്ന വീഡിയോയിൽ എയ്ഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 69 താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. 1 തൈറോയിഡ് ഗ്രന്ഥി തൈമോസിൻ, 2 ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ, 3 പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ, 4 അഡ്രിനൽ ഗ്രന്ഥി കാൽസിറ്റോണിൻ. ഓപ്ഷൻസ് എ 1 2, ബി 2 4, സി 2 3 4, ഡി 2 3. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികളും ഹോർമോണുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, അതായത് 2ഉം 3ഉം. ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ, പാൻക്രിയാസിനെയാണ് ആഗ്നേയഗ്രന്ഥി എന്ന് പറയുന്നത്, അത് ശരിയാണ്. അതേപോലെ തന്നെ 3 പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ, അതും ശരിയാണ്. അപ്പോൾ ഗ്രന്ഥികളും ഹോർമോണുകളും 10ാം ക്ലാസ് SCRT അടിസ്ഥാനമാക്കി ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി 2 3 ആണ് വരിക. തൈറോയിഡ് ഗ്രന്ഥിയുടെ തൈമോസിൻ അല്ല തൈറോക്സിൻ ആണ്. അതുപോലെ അഡ്രിനൽ ഗ്രന്ഥിയുടേത് കാൽസിറ്റോണിൻ അല്ല. ഒരുപാട് ഹോർമോണുകൾ വരുന്നുണ്ട്, ആൽഡോസ്റ്റിറോൺ, കോർട്ടിസോൾ തുടങ്ങി കുറേ ഹോർമോണുകൾ വരുന്നുണ്ട്. കാൽസിറ്റോണിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോണാണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. 1 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക. 2 സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. 3 സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. 4 നഗരചേരിയിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. ഓപ്ഷൻസ് പറയുന്ന എ 1 2, ബി 1 4, സി 2 3, ഡി 1 3 4. ആൻസർ വരിക ഓപ്ഷൻ സി ആണ് 2 3. അതായത് ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. ഇതാണ് ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. 71 താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. വിറ്റാമിൻ എ വിറ്റാമിൻ B12 കണ, ബി വിറ്റാമിൻ സി നിശാന്തത, സി വിറ്റാമിൻ B3 പെല്ലഗ്ര, ഡി വിറ്റാമിൻ ഡി സ്കർവി. വിറ്റാമിനും അപര്യാപ്തത രോഗങ്ങളുമാണ്. ശരിയായ ജോഡിയാണ് ചോദിച്ചത്. ആൻസർ വരാം ഓപ്ഷൻ സി വിറ്റാമിൻ B3 പെല്ലഗ്ര ആണ് ശരിയായ ആൻസർ വരുന്നത്. 72 സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി. എ വയോമിത്രം, ബി വയോ അമൃതം, സി വയോ മധുരം, ഡി വയോ കിരണം. ഓപ്ഷൻ എ വയോമിത്രം, ബി വയോ അമൃതം, സി വയോ മധുരം, ഡി വയോ കിരണം. ആൻസർ വരെ
ഓപ്ഷൻ ബി വയോ അമൃതം. 73 എംഫിസീമ എന്ന രോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എ ശ്വാസകോശം, ബി കരൾ, സി ത്വക്ക്, ഡി വൃക്ക. എംഫിസീമ എന്ന രോഗം ബാധിക്കുന്നത് ഓപ്ഷൻ എ ശ്വാസകോശത്തെയാണ്. 74 സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? എ കുഷ്ഠരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർ, ബി എയ്ഡ്സ് രോഗബാധിതർ, സി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ, ഡി ഡയാലിസിസ് നടത്തുന്ന സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർ. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ സി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരെയാണ്. 75 താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാത്ത രോഗം? എ പോളിയോ, ബി വില്ലൻ ചുമ, സി ചിക്കൻ ബോക്സ്, ഡി ക്ഷയം. ആൻസർ വരിക ഓപ്ഷൻ എ പോളിയോ ആണ്. ബാക്കി 3 രോഗങ്ങൾ വായുവഴി പകരുന്നതാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1 ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. പ്രസ്താവന 2 വില്ലസുകൾ ജലം, ലവണം എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ഓപ്ഷൻസ് എ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, ബി പ്രസ്താവന 1, 2 ഇവ തെറ്റാണ്, സി പ്രസ്താവന 1 തെറ്റാണ്, പ്രസ്താവന 2 ശരിയാണ്, ഡി പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. ശരിയാണ്. വില്ലസുകൾ ജലം, ലവണം എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. തെറ്റാണ്. അപ്പോൾ ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. വില്ലസുകൾ പോഷകഘടകങ്ങളുടെ ആഗിരണത്തിനാണ് സഹായിക്കുന്നത്. ദഹനം എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം. 77 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. 1 ജോൺ ക്ലാർക്ക്, 2 മേരി ഇ ബ്രാൻകോ, 3 സുസുമി കിറ്റഗാവ, 4 ഫ്രെഡ് റാംസ്റ്റാൽ, 5 ഷിമോൺ സാകാഗുച്ചി. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചവരെയാണ് പറഞ്ഞത്. ഓപ്ഷൻസ് എ 1, 3, 5 ശരി. അതായത് ജോൺ ക്ലാർക്ക്, സുസുമി കിറ്റഗാവ, ഷിമോൺ സാകാഗുച്ചി ഇതാണ് ശരി എന്ന് പറയുന്നു. ബി 2, 3, 4 ശരി. മേരി ഇ ബ്രാൻകോ, സുസുമി കിറ്റഗാവ, ഫ്രെഡ് റാംസ്റ്റാൽ. സി പറയുന്നു 1, 2, 5 ശരി. ജോണി ക്ലാർക്ക്, മേരി ഇ ബ്രാൻകോ, ഷിമോൺ സാകാഗുച്ചി. ഡി പറയുന്നു 2, 4, 5 ശരി. മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാംസ്റ്റാൽ, ഷിമോൺ സാകാഗുച്ചി ഇവർക്കാണ് 2025 വൈദ്യശാസ്ത്ര നോബൽ കിട്ടിയെന്ന് പറയുന്നു. ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ്. അതായത് 2, 4, 5 ശരി. മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാംസ്റ്റാൽ, ഷിമോൺ സാകാഗുച്ചി ഇവർക്കാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. 78 ഇസ്രായേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത്? എ ഓപ്പറേഷൻ ബ്രഹ്മ, ബി ഓപ്പറേഷൻ ഗംഗ, സി ഓപ്പറേഷൻ അജയ്, ഡി ഓപ്പറേഷൻ അമൃത്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽപ്പെട്ട് കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ, സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള ഓപ്പറേഷൻ സി ഓപ്പറേഷൻ അജയ് ആണ്. ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ് ആണ്. 79 താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1 വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. 2 ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്പ് തുറമുഖമാണ് വിഴിഞ്ഞം. 3 വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു. 4 വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ 1, 2 തെറ്റാണ്, ബി 2, 4 തെറ്റാണ്, സി 1, 3 തെറ്റാണ്, ഡി 1, 3 തെറ്റാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 3 തെറ്റാണ്. അതായത് വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു തെറ്റാണ്. 3 വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു എന്നുള്ളതും തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരെ. 80 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാര്? എ ഇ സന്തോഷ് കുമാർ, ബി എം ലീലാവതി, സി വി ജെ ജെയിംസ്, ഡി അശോകൻ ചിരുവിൽ. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ കൃതിയാണ് തപോമയിയുടെ അച്ഛൻ. രചയിതാവ് ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാറാണ്. ഇനി നമുക്ക് SCRT സീരീസിൻ്റെ തുടർച്ചയായിട്ട് 7ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം വൈദ്യുതിയുടെ ലോകം. അതിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഫാക്റ്റ് വരുന്നത് വൈദ്യുത സ്രോതസ്സാണ്. വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെൽ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത സ്രോതസ്സ്. ഇനി ഫിസിക്സിലെ സെൽ എന്ന് പറഞ്ഞാൽ, ബയോളജിയിലെ സെൽ എന്ന് പറഞ്ഞാൽ കോശമാണ്. ഫിസിക്സിലെ സെൽ എന്ന് പറയുന്നത് രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ്. അതിനൊരു പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ടാകും. ഇവയിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചിരിക്കും. നാം ഉപയോഗിക്കുമ്പം രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറും. ഇനി സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്ന സംവിധാനമാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഇനി സെല്ലുകൾ തന്നെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലും അല്ലാതെയുള്ള സെല്ലും ഉണ്ട്. ഇപ്പോൾ ക്ലോക്കിലെ ബാറ്ററി ചാർജ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ബാറ്ററി ഒഴിവാക്കി പുതിയ ബാറ്ററി ഇടുകയാണ് ചെയ്യാം. അതേസമയം മൊബൈൽ ഫോണിലെ ബാറ്ററിയിൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും ചാർജ് ചെയ്യാം, റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. ഇനി വൈദ്യുതിയുടെ ലഘുചരിത്രം. വൈദ്യുതി പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയൊക്കെ വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജരൂപമാണ് വൈദ്യുതി എന്ന് പറയുന്നത്. ഒരു തരം മരക്കറ ഉറച്ചുണ്ടാവുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു.
തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. വെളിച്ചം ലഭിക്കാൻ നമ്മൾ സാധാരണ വൈദ്യുത ബൾബാണ് ഉപയോഗിക്കുക. ഇപ്പോൾ വൈദ്യുത ബൾബുകൾ പല വിധത്തിലുണ്ട്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഫിലമെൻറ്റ് ബൾബായിരുന്നു. പിന്നീട് അത് CFL ബൾബുകളിലേക്ക് മാറി. CFL എന്നതിൻ്റെ മുഴുവൻ പേര് കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ് എന്നാണ്. ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ച് വരുന്നത് LED ബൾബുകളാണ്. LED എന്നാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിക്കുന്ന സംവിധാനമാണ് LED മൊഡ്യൂൾ. LED ബൾബുകൾക്കുള്ള മേന്മ അവയ്ക്ക് കുറഞ്ഞ ഊർജ്ജം മതി, പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഊർജ്ജം മതി, അതിങ്ങനെ വൈദ്യുതി ലാഭിക്കാൻ കഴിയും എന്നുള്ളത് LED ബൾബുകൾക്കുള്ള ഒരു മേന്മയാണ്. ഇനി വൈദ്യുത സർക്യൂട്ട്. വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ്, ചാലക കമ്പി, ഒരു വൈദ്യുത ഉപകരണം എന്നിവ ഉണ്ടായിരിക്കണം. എങ്കിലേ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു വൈദ്യുത സ്രോതസ്സ് വേണം, അത് വൈദ്യുതി കടന്നു പോകാൻ ചാലക കമ്പി വേണം, അതും ആ വൈദ്യുതി കൊണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു വൈദ്യുത ഉപകരണം വേണം. ഇനി അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും ഉണ്ട്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയും. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട് ആണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ വൈദ്യുതോപകരണം പ്രവർത്തിക്കൂ. അത് പൂർത്തിയായെങ്കിൽ മാത്രമേ വൈദ്യുതിക്ക് അതിലൂടെ കടന്നു പോകാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ മാത്രമേ വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇനി സ്വിച്ച്. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓൺ ആക്കുമ്പം സർക്യൂട്ട് അടഞ്ഞതാകും, അപ്പോൾ അതിലൂടെ വൈദ്യുതി കടന്നു പോകും. സ്വിച്ച് ഓഫ് ആക്കുമ്പം സർക്യൂട്ട് തുറന്നതാകും. അപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള സംവിധാനമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് ഓൺ ആക്കുമ്പം സർക്യൂട്ട് അടഞ്ഞതാകും, സ്വിച്ച് ഓഫ് ആക്കുമ്പം സർക്യൂട്ട് തുറന്നതാകും. ഇനി ചാലകങ്ങളും ഇൻസുലേറ്ററുകളും. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്. ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി തുടങ്ങിയവ ഇൻസുലേറ്ററാണ്. ഉണങ്ങിയ മരക്കഷ്ണമാണ് ഇൻസുലേറ്റർ, പച്ചമരം കണ്ടക്ടറാണ്. അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടാത്തവയാണ് ഇൻസുലേറ്ററുകൾ. ഇപ്പോൾ വൈദ്യുതോപകരണങ്ങളിൽ നാം തൊടുന്ന ഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇൻസുലേറ്ററുകൾ ഉപയോഗിച്ചാണ്. എന്നാൽ വൈദ്യുതി കടന്നു പോകേണ്ട ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ചാലകങ്ങൾ കൊണ്ടാണ്. ലോഹങ്ങൾ. തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലൂമിനിയം, സിങ്ക്, ലഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങിയ അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ്. എന്നാൽ മെർക്കുറി അല്ലെങ്കിൽ രസം ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് താമ്രശിലായുഗത്തിലെത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ വന്ന മാറ്റം നമുക്കറിയാം. ഇനി ഇലക്ട്രിക് ലൈനിലൂടെ വൈദ്യുതി കടന്നു പോകാൻ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക അലൂമിനിയവും അതേപോലെ തന്നെ ചെമ്പുമാണ്. പക്ഷേ ഇലക്ട്രിക് ലൈനിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അലൂമിനിയം കമ്പിയാണ്. കാരണം അലൂമിനിയം കമ്പി കുറച്ചും കൂടെ വില കുറവും ലൈറ്റ് വെയ്റ്റും കൂടുതൽ ദൂരങ്ങളിലേക്കുള്ള ട്രാൻസ്മിഷന് സഹായിക്കുന്നതുമാണ്. ഇനി ഗാർഹിക വൈദ്യുതി. നമ്മുടെ വീട്ടിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി 230 വോൾട്ടാണ്. വൈദ്യുത ഷോക്ക്. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പം ഷോക്ക് ഏൽക്കും. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ശരീരം വൈദ്യുത ചാലകമാണ്. പൊട്ടിയ വൈദ്യുതി ലൈനിലോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കും. ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കും. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ്. അപ്പോൾ ഷോക്കേറ്റാൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഷോക്കേറ്റ് കിടക്കുന്ന ആളെ ഒരിക്കലും സ്പർശിക്കാൻ പാടില്ല. ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ വൈദ്യുത ബന്ധം രക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായിട്ട് സ്വിച്ച് ഓഫ് ആക്കുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഇത് സാധ്യമല്ലാത്ത സന്ദർഭമാണെങ്കിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റ ആളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം. ഇനി അയാളുടെ ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ
കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക. ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യണം. ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. അതേപോലെ ശരീരം തിരുമ്മി ചൂടാക്കണം. രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടി രക്തം ഒഴുകുന്നത് തടസ്സപ്പെടും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരം തിരുമ്മി ചൂടാക്കണം. ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഇനി മിന്നലും വൈദ്യുതിയും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന ഇതാണ് മിന്നൽ. മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമായതിനാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു കാര്യം ജനറേറ്ററാണ്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നത്. ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായിട്ടുമാണ് മാറുന്നത്. ജലവൈദ്യുത നിലയം. അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വീഴ്ത്തുന്നു. ടർബൈൻ തിരിയുന്നു. ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള മറ്റ് സാധ്യതകളാണ് താപവൈദ്യുത നിലയം, ആണവോർജ നിലയം, കാറ്റാടിപ്പാടം തുടങ്ങിയവ. ഇനി സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ. ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ. ഭാവിയിൽ വരാവുന്ന ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് സൗരോർജം. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിലുള്ള കാര്യങ്ങൾ.